എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ KTM RC3ൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ഒരു ലൈഫ് എത്ര വരെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഷെയർ അടുത്തൊന്ന് മാറിയ ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. സോ ആ സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 12,000 കിലോമീറ്റർ അടുപ്പിച്ച് ബൈക്ക് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം ടയറിൻ്റെ. നമ്മുടെ മെറ്റ്സ്ലർ M5 സ്പോർട്ടക് ടയറാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ കണ്ടീഷൻ. ഓൾമോസ്റ്റ് ആ ഒരു ടയറിൻ്റെ ബ്രിഡ്ജ് ഈ ഒരു പോർഷൻ എത്തിയാലാണ് നമ്മൾ ടയർ റീപ്ലേസ് ചെയ്യേണ്ടത്. നമ്മുടെ റിയർ ടയർ ഓൾമോസ്റ്റ് ഒരു 9,000 ആ റേഞ്ചിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് ടയറും ആ ഒരു റേഞ്ചിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ സെയിം പാറ്റേൺ ടയർ തന്നെയാണ് ഫ്രണ്ടിലും പ്ലാൻ ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു അവൈലബിലിറ്റി ഇഷ്യൂ കൊണ്ടാണ് ഞാൻ ഇത്രയും 2-3 ദിവസമായിട്ട് ഇപ്പോൾ ടയർ എടുക്കാൻ വൈകിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം KTM RC390 ഫ്രണ്ട് ടയറിൻ്റെ ലൈഫ് 12,000 ആണ് മാക്സിമം. സോ ഒരു 11,000-ലൊക്കെ മാറിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ എൻ്റെ ഓട്ടം വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു പെട്ടെന്നായിരുന്നു ഒരു ലോങ് റൈഡ് കുറേ ദിവസങ്ങൾക്ക് ശേഷം സംഭവിച്ചത്. അപ്പം ടയർ എനിക്ക് അതിനിടയ്ക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് മാറാൻ പറ്റിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം എൻഡ് വരെ സ്ട്രെച്ച് ചെയ്യേണ്ടതായിട്ട് വന്നത്. ബ്രേക്ക് പാഡ്സ് ആണെങ്കിലും ഫ്രണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വെസ്റ്റ് സൈഡ് നമ്മുടെ ബ്രേക്ക് പാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ്. റിയറിൽ ഞാൻ ഈ ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക് പാഡ് മാറിയത്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്ക് പാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ലൈഫ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 11,500 ഫ്രണ്ടും റിയറിൽ വന്നിട്ട് 12,000 കിലോമീറ്ററുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ഈ അടുത്തായിട്ട് മാറാൻ ഞാൻ പറഞ്ഞല്ലോ ടയറാണ്. അപ്പോൾ ടയറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ടയറും മാറി അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചേർത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. യൂസേജ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം 12,000 വരെ സ്ട്രെച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല അതിന് മുകളിലൊരു RC3ൻ്റെ ഫ്രണ്ട് ടയറൊക്കെ നിൽക്കുമെന്ന്. റിയർ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്നായിരിക്കും തീരുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ റൈഡ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും തന്നെ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മെറ്റ്സ്ലറിൻ്റെ ടയർ ലൈഫ് കുറച്ച് കുറവാണ്, അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. അപ്പോൾ ഇതിനിപ്പം സിയറ്റ്, MRF, അതുപോലെ തന്നെ മിഷ്ലിൻ, അപ്പോളോ, അങ്ങനെ കുറേ ടയർ ഓപ്ഷൻസും ഇതേ സെയിം സൈസ് സ്റ്റോക്ക് സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ റിയറിൽ അപ്പോളോ തന്നെ ഇട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഫ്രണ്ടിലും അപ്പോളോ തന്നെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത് ഇപ്പോഴും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ ടയർ മാറി. അപ്പോളോ ആൽഫ H1 ടയർ തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഈ ഫിക്സ് ചെയ്യുന്ന വീഡിയോ ഒരാഴ്ച മുമ്പുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു 1 വീക്ക് പ്ലസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ആദ്യം ഫസ്റ്റ് നമ്മൾ ആ ടയർ മാറുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടയർ മാറുന്ന വീഡിയോ എൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ടയർ മാറിയത് അവൈലബിളായിട്ട് എനിക്ക് പോയി വാങ്ങാൻ സാധിച്ചത്. അതിനുശേഷം ആ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 370+ കിലോമീറ്റർ ഓടിച്ചു ഫിറ്റ് ചെയ്തതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരു ടൂറിംഗ് ഫ്രണ്ട്ലി ടയർ കൂടാണ്. അങ്ങനെ ഈസി ആയിട്ടൊന്നും പഞ്ചർ ക്യാച്ച് ചെയ്യത്തില്ല. കാര്യം വളരെ ലോ ആയിട്ടുള്ള സാധ്യതകൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ടയറിന് പഞ്ചർ ആകാനുള്ളത്. കാര്യം നമ്മുടെ പഴയ RCയിൽ നമ്മൾ ഇതേ സെയിം ടയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 10,000+ കിലോമീറ്റർ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5,000 to 7,000 കൂടെ ഓടാനുള്ള ലൈഫുണ്ട്. അതുപോലെ RCയിൽ നോക്കിയാൽ എപ്പോഴും ലെഫ്റ്റ് സൈഡായിരിക്കും കൂടുതലായിട്ട് തേയുന്നത്. അത് ഈ ഒരു ടയറിലും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഡിജിറ്റ് സ്പീഡിലാണെങ്കിലും വണ്ടി നല്ല സ്റ്റേബിളാണ്. ബ്രേക്കിംഗ് ആണെങ്കിലും ഒരു തെറ്റും പറയാനില്ല, നല്ല സൂപ്പറായിട്ടുള്ള ഫീലാണ്. നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹൈ സ്പീഡിലാണെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കോർണറിങ് എടുക്കുമ്പോഴും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ട്വിസ്റ്റ് റോഡിലാണ് റൈഡ് എടുത്തത്. സോ അങ്ങനെ കണ്ടീഷനിലെല്ലാം ബൈക്ക് വളരെ സ്റ്റേബിളായിരുന്നു.
നമുക്ക് ശരിക്കും എന്താ പറയുന്നത് ഒട്ടും ഒരു ഗ്രിപ്പ് ലൂസ് ചെയ്യുന്ന ഫീലോ അല്ലെങ്കിൽ പുതിയ ടയറാണ് ഗ്രിപ്പ് ലൂസ് ചെയ്യുക അങ്ങനെ ഒരു തോന്നലൊന്നും ഒരിക്കലും ഉണ്ടായില്ല. എനിക്കൊന്ന് ഫ്രം സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് അത്യാവശ്യം നല്ല ഗ്രിപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടിന്യൂസ്ലി ഞാൻ പറഞ്ഞല്ലോ ഒരു 307 കിലോമീറ്റർ മേളിൽ ഓടിയത്. സോ അത് നേരത്തേക്ക് എനിക്ക് ഏകദേശം അത്യാവശ്യം നല്ല ഒരു ഗ്രിപ്പ് ഫീൽ നമുക്ക് ഈ ഒരു ടയറിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ ടയർ പ്രഷറിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റം വരുത്തിയാണ് യൂസ് ചെയ്തത്. ഞാനിത് കുറച്ചുകൂടെ ഹാർഡ് കോമ്പൗണ്ട് രീതിയിലാണ് ഹയർ ടയർ പ്രഷറാണ് യൂസ് ചെയ്തത്. 31 ഒക്കെയാണ് ഞാൻ ഫ്രണ്ട് കീപ്പ് ചെയ്തിരുന്നത്. സോ അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രണ്ട് ആൻഡ് ഫീൽ ബെറ്റർ ആക്കാൻ സാധിച്ചു. ഈ ഒരു ടയറിൽ എപ്പോഴും കുറച്ച് ടയർ പ്രഷർ ഹയർ സൈഡിൽ കീപ്പ് ചെയ്ത് റൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കോർണറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഈ ഒരു ടയർ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ കോർണർ എടുക്കുന്ന സമയത്തും അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് റൈഡ് എടുത്ത് പോകുമ്പോഴും ഒക്കെ കുറച്ച് ഫ്രണ്ട് ആൻഡ് ഫീൽ ബെറ്റർ ആക്കാൻ കുറച്ചുകൂടെ ടയർ പ്രഷർ കൂടുതലായിട്ട് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓവറായിട്ട് ചെയ്യണമെന്നല്ല, ഒരു 29+, 31 ഒക്കെ കീപ്പ് ചെയ്ത് ഒന്ന് റൈഡ് ചെയ്ത് നോക്കുക. കുറച്ചൊരു വ്യത്യാസമായിരിക്കും ഈ ഒരു ടയറിൽ. പിന്നെ ബ്രേക്കിൻ്റെ കാര്യമാണെങ്കിലും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ സൂപ്പറായിരുന്നു. ഒരു വോബ്ലിങ് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ കോർണറിങ്ങിൽ ഒരു സ്ലിപ്പറി ഫീലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവോ ഒന്നും എനിക്ക് ഒരു ടയറിലേക്ക് വന്നപ്പോൾ മെറ്റ്സ്ലറിൽ നിന്ന് വന്നപ്പോൾ തോന്നിയില്ല. കാര്യം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 10,000 കിലോമീറ്റർ മുകളിൽ ഈ ഒരു ടയർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടയറിലോട്ട് പോയത്. അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ റിയർ ടയർ അപ്പോളോ ആൽഫ H1 സെയിം പാറ്റേൺ ടയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം പാറ്റേണിൽ തന്നെ യൂസ് ചെയ്തത്. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 4,600 രൂപയാണ് ആയിരുന്നത്. സോ ഇതിൻ്റെ കോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൺലൈൻ പ്രൈസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നോർമലി തന്നെ ഒരു 4,900 to 5,200 ഫ്രണ്ട് ടയറിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഫിറ്റിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 4,600 രൂപ ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് അത്യാവശ്യം നല്ല ഒരു ഡീൽ തന്നെയായിരുന്നു. പക്ഷേ 2023 ടയറാണ് എനിക്ക് കിട്ടിയത്. ഞാൻ 2-3 ഷോപ്പുകളിൽ ഞാൻ പോയ സ്ഥലത്ത് ഇത് അത്ര അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ 2-3 ഷോപ്പുകളിൽ ഞാൻ നോക്കി. റേസ് എന്ന് പറയുന്ന ടയർ നമുക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ അത് ഡിഫറെൻറ്റ് പാറ്റേൺ ആയതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പോളോ ആൽഫ H1 പ്രിഫർ ചെയ്തതും. സോ അതുകൊണ്ടാണ് എനിക്ക് 24 ടയർ അവൈലബിൾ അല്ലായിരുന്നു ഞാൻ നോക്കിയ ഷോപ്പുകളിലൊന്നും. സോ അതുകൊണ്ട് എനിക്കൊരു ബെറ്റർ ഡീലും ഇതിൽ നിന്ന് കിട്ടി. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടയറിലേക്ക് തന്നെ പോയി. KTM ബൈക്കുകൾ, അതുപോലെ TVSൻ്റെ പുതിയ ബൈക്കുകൾ, BMW, ഒരു സബ് 500 ബൈക്കുകളിലെല്ലാം നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസ് ടാഗിൽ യൂസ് ചെയ്യാവുന്ന, ഒരു ടൂർ ചെയ്യാവുന്ന, അതുപോലെ തന്നെ കുറച്ച് ലോങ് ടേം ലൈഫ് കിട്ടുന്ന ഒരു തരം അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു ടയറാണ് അപ്പോളോ ആൽഫ H1. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ടയർ മാറുമ്പോൾ അപ്പോളോ തന്നെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ പ്രൈസ് ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിലാണ് വരുന്നത്. ഇപ്പോൾ മിഷ്ലിൻ്റെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ സെറ്റിന് 18,000 ആ റേഞ്ച്, അല്ലെങ്കിൽ പിരളി ആണെങ്കിൽ വന്നാൽ ഇമ്പോർട്ട് ചെയ്ത് വന്നാൽ അതിൽ പ്ലസ് ആവും പ്രൈസ്. പിന്നെ ഉള്ളത് സിയാറ്റിൻ്റെയാണ്, MRFൻ്റെ ടയറാണ്. അതുപോലെ ഇപ്പോൾ റൈസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ KTMനും അതുപോലെ ഒരു 300+ ബൈക്കുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരം ഒരു സെഡാർ റേറ്റിങ്ങിലുള്ള ടയർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ടയറിൻ്റെ ലോങ് ലൈഫ് അല്ലെങ്കിൽ ലോങ് ടേം റിവ്യൂ ആയിട്ട് വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം കാണാം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പഴയ ബൈക്കിൽ നമ്മൾ സെയിം ടയർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് 10,000 കിലോമീറ്ററായി. ഇപ്പോഴും എൻ്റെ അത്യാവശ്യം ത്രെഡും കാര്യങ്ങളെല്ലാം ബാലൻസ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 15,000+ കിലോമീറ്റേഴ്സ് നമുക്ക് ഈ ഒരു ടയറിൽ നിന്ന് കിട്ടും. പിന്നെ അതിൻ്റെ റൈഡ് ചെയ്യുന്ന രീതിയും ബ്രേക്കിങ്ങും സ്പീഡും കോർണറിങ്ങും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ടയറിൻ്റെ ലൈഫ് കൂടെ കിട്ടുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ലോങ് ടേം റൈഡ് ചെയ്തപ്പോൾ പുള്ളിക്ക് ഓൾമോസ്റ്റ് 18,000+ കിലോമീറ്ററാണ് ഡ്യൂക്ക് 200ൽ ഈ ഒരു അപ്പോളോ ആൽഫ H1 ടയർ ലാസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എന്താ പറയുന്നത് ടയർ ലൈഫ് നമുക്ക് ഈ ഒരു ടയറിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പും വെറ്റിലാണെങ്കിലും ഡ്രൈയിലാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, തരക്കേടില്ലാത്ത ഗ്രിപ്പും ഫീലും എല്ലാം നമുക്ക് ഈ ഒരു ടയറിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടയർ കൂടാണ്. ഞാൻ പറഞ്ഞല്ലോ 4,600 രൂപ to 4,800 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടയർ അവൈലബിൾ ആണ്. സോ അത് ഈ ഒരു സബ് 500 കാറ്റഗറിയിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ടയറിൽ. അതിപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഓൾമോസ്റ്റ് നമുക്കൊരു 10,000 റേഞ്ചിൽ ഈ ഒരു ടയർ സെറ്റ് നമുക്ക് കിട്ടും, യാതൊരു സംശയമില്ല.
അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ടയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ മറ്റേതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ആ ടയറും കമ്പയർ ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, റിവ്യൂസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ടയർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഈ വീഡിയോ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വേഗം കാണാം. സി യു, ടേക്ക് കെയർ, ബൈ ബൈ.